ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാൻ തോന്നുന്നു. ജയ രാധ മാധവ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി. गोपी जनवल्लभा गिरिवरधारी. गोपी जनवल्लभा गिरिवरधारी. यशोदानन्दन भज जन रञ्जना. यशोदानन्दन भज जन रञ्जना. यमुना तीरावनचारी. यमुना तीरावनचारी. जय राधा माधव कुंज बिहारी. जय राधा माधव कुंज बिहारी. हरे कृष्णा 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 हरे हरे. हरे राम 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 हरे हरे. Hare Krishna, Krishna Krishna, Hare Hare. Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare. Hare Ram, Ram Ram,
जय श्री श्री राधा माधव की जय, श्री श्री गौर निताई की, श्रील प्रभुपाद की गौर प्रेम। हरे कृष्णा, प्रभु सन्माजे प्रणाम। ഇന്ന് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 36. ഹരേ കൃഷ്ണ പ്രഭു. ഗിരിരാജ് പ്രഭു വരുന്നതിന് മുന്നേ നമ്മൾ ഇരുന്നു. ഹരേ കൃഷ്ണ. ജയ ശ്രീ പ്രഭുപാദ് കി, ശ്രീ നിതായ് ഗൗരസുന്ദർ മഹാപ്രഭു കി. ഇന്നത്തെ ശ്ലോകം ഭഗവത്ഗീത 6-ാമത്തെ അധ്യായം 36-ാമത്തെ ശ്ലോകമാണ്. ഇനി നമുക്ക് പ്രഭാഷണം എടുക്കുന്നത് ാണ്. ആ പ്രഭുവിനെ എല്ലാവരും 3 പ്രാവശ്യം ആശീർവദിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. உங்களை காணல, நமக்கு இதெல்லாம் வந்து பார்த்தேன். ഹരേ കൃഷ്ണ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? നമുക്ക് ടു ഹോട്ട് അല്ലേ? ഇതിനെക്കുറിച്ച് കൃഷ്ണ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രാസ്പർശാസ്ത് കൗന്തേയ ശീതോഷ്ണ സുഖദുഃഖദ ആഗമാപായിനോ നിത്യം താം തിതിക്ഷ ഭാരത അല്ലേ? സഹിക്കാൻ പഠിക്കണമെന്നാണ്. പറ്റുന്നില്ല നമ്മളെ കൊണ്ട്, പക്ഷെ അതിനപ്പുറമായി. എന്നാലും സഹിക്കണം, വേറെ വഴിയില്ല നമുക്ക്. വീൽക്കോ എന്നാലും ഇന്ന് ഭഗവത്ഗീത അധ്യായം 4 ശ്ലോകം 36. സ്റ്റാർട്ട് വിത്ത് പ്രേയേഴ്സ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം
नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयम् उदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्टकी। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. ഭഗവത്ഗീത അധ്യായം 4, അധ്യായത്തിന്റെ പേര് അതീന്ദ്രിയ ജ്ഞാനം അല്ലെ. ആ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ, ഇല്ലെങ്കിൽ അതിന്റെ തലപ്പ് പേര് തന്നെ വ്യത്യസ്തമാണ്. ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം അല്ലെ. എല്ലാവരും ജ്ഞാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ ജ്ഞാനവാനാകണമെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ അധ്യായത്തിന്റെ പേര് തന്നെ അതീന്ദ്രിയ ജ്ഞാനം എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് ബ്യൂട്ടിഫുൾ ശ്ലോകങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിലെ 36-ാമത്തെ ശ്ലോകം നോക്കാം. നമുക്ക് ഹരേ കൃഷ്ണ. अपि चेदसि पापेभ्यः अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेन सर्वं ज्ञानप्लवेनैव व्रजिनं संतरिष्यसि व्रजिनं संतरिष्यसि। अपि चेदसि पापेभ्यः अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव सर्वं ज्ञानप्लवेनैव व्रजिनं संतरिष्यसि व्रजिनं संतरिष्यसि। अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव व्रजिनं संतरिष्यसि। प्रभु सारेंगिലും അതുപോലെ മാതാജീസും പ്രഭു. अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजिनं संतरिष्यसि। अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजिनं संतरिष्यसि। माताजी
अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजनं संतरिष्यसि. திருப்பி கொண்டு வரணும். सर्वं ज्ञानप्लवेनैव वृजनं संतरिष्यसि. अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवानैव वृजनं संतरिष्यसि. अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजनं संतरिष्यसि. अपि चेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवानैव वृजनं संतरिष्यसि. വെരി ഗുഡ്. ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. അതിന്റെ വേർഡ് ബൈ മീനിങ് ഓരോ വാക്കർത്ഥവും ഭാവാർത്ഥവും വിവർത്തനവും നോക്കാം. ഏറ്റു പറയുക. സർവേഭ്യ എല്ലാം, പാപേഭ്യ അപി പാപികളെക്കാളും, ത്വം നീ, പാപകൃത്തമ മഹാപാപി, അസി ചേത് ആണെങ്കിലും, സർവം വൃജനം എല്ലാ ദുഃഖസാഗരത്തെയും, ജ്ഞാനപ്ലവേന ഏവ അഭൗതിക ജ്ഞാനമായ തോണിയെ കൊണ്ട് തന്നെ, സംതരിഷ്യസി നീ തരണം ചെയ്യും. ഭാവാർത്ഥം വിവർത്തനം ഏറ്റു പറയുക. പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ കുറിച്ച് തന്നെയാണ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ആണോ അല്ലയോ? നോക്കാം, നമുക്ക് അതിന്റെ വിശദം നോക്കാം. ഭാവാർത്ഥം ഒരു പ്രാവശ്യം എല്ലാവരും ഒന്ന് കേട്ടിരിക്കുക. ചെറിയൊരു ഭാവാർത്ഥമാണ്. കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള തന്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്നത് എത്ര മനോഹരമാണ്. അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിന് കഴിയും. ഭൗതിക ലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും ചിലപ്പോൾ ആളിക്കത്തുന്ന ആരണ്യമായും വിശേഷിപ്പിക്കാറുണ്ട്. എത്ര നിപുണനായ നീന്തൽക്കാരനായാലും ശരി, കടലിൽ ജീവൻ നിലനിർത്തുവാനുള്ള സമരം കടുത്തതാണ്. ആ നീന്തൽക്കാരനെ പിടിച്ചു കയറ്റുവാൻ വരുന്ന ആളാണ് ഉത്തമനായ രക്ഷകൻ. ഭഗവാനിൽ ലഭിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനമാണ് മുക്തിക്കുള്ള മാർഗം, കൃഷ്ണാവബോധം. ഈ തോണി വളരെ ലളിതമാണ്, അത്ര തന്നെ ശ്രേഷ്ഠവും. Beautiful purport by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada ki jai. Om Ajnanatimirandasya Jnananjanashalakaya Chakshurunmilitam Ena Tasmai Shri Gurave Namaha. Shri Chaitanya Manobishtam Sthapitam Yena Bhutale Swayam Rupagada Mahyam Dadadi Swapadandikam. Vandeham Shri Guru Shri Yudapadakamlam Shri Gurun Vaishnavam Cha Shri Rupam Sagrajatam Sagagana Raganata Nitantam Sajivam Sadvaitam Savadutam Parijana Sagitam Krishna Chaitanya Devam Shri Radha Krishna Padan Sagagana Lalita Shri Vishaka Nidamsha He Krishna Karuna Sindho Deenabandho Jagatpade
गोपेश गोपिकान्त राधाकान्त नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिय वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभो नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ചർച്ച ചെയ്യുന്ന ശ്ലോകം അപിചേതസി പാപേഭ്യോ സർവേഭ്യോ പാപകൃത്തമഃ സർവം ജ്ഞാന പ്ലവേനേവ വൃജനം സംതരിഷ്യസി. അതായത് ഈ അധ്യായത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനം. ജ്ഞാനത്തിനും അതീന്ദ്രിയ ജ്ഞാനത്തിനും തമ്മിലുള്ള എന്താ വ്യത്യാസമായിരിക്കാം? ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം. ജ്ഞാനം എന്ന് പറയുന്നത് അറിവ് അല്ലെ, ജനറലി അറിവ്. അതീന്ദ്രിയ ജ്ഞാനം അത്യാവശ്യമല്ല. അതീന്ദ്രിയ ജ്ഞാനം ടോപ്പ് മോസ്റ്റ്. കുറച്ചുകൂടി പറയുകയാണെങ്കിൽ മാറ്റമില്ലാത്ത, ഇല്ലെങ്കിൽ എറ്റേണൽ നോളജ് എന്ന് പറയാം, അല്ലെ ശാശ്വതമായ അറിവ്. അതൊന്നേ ഉള്ളൂ, ശാശ്വതമായത് ഒന്നേ ഉള്ളൂ, ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ചുള്ള അറിവിനെ ആണ് ഈ ചാപ്റ്ററിൽ മുഴുക്ക ഡിസ്കസ് ചെയ്യുന്നത്, അതീന്ദ്രിയ ജ്ഞാനം. സോ ഇതിന് മുന്നത്തെ 2 ശ്ലോകങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. 34, 35. അതായത് ഒരു ഗുരുവിനെ, ഒരു ഭക്തനെ സമീപിക്കേണ്ട രീതികളെ കുറിച്ച് പറയുന്ന ശ്ലോകമാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അതിനടുത്ത ശ്ലോകത്തിൽ അതിനോട് തന്നെ യജ്ഞാത്വാ പുനർമോഹ മേവം യാസസി പാണ്ഡവ ഏന ബുദ്ധ്യാനുശേഷേണ ദ്രക്ഷ്യാസ്യാമാത്മനെ വേദി മയി എന്ന ശ്ലോകവും പറയുന്നുണ്ട്. അതായത് എങ്ങനെ ഒരു ഗുരുവിനെ സമീപിക്കണം, ആ ഗുരുവിലൂടെ നമുക്ക് എന്ത് ലഭിക്കും എന്നതിൻ്റെ തുടർച്ചയാണ് ഈ ശ്ലോകം. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു ഭാവാർത്ഥത്തെ ഒന്നുകൂടി വായിച്ചിട്ട് വിൽക്കും. ഭാവാർത്ഥമല്ല, വിവർത്തനം, സോറി. പാപികൾ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. അപ്പൊ പാപികളിൽ വെച്ച് മഹാപാപിയാണെങ്കിലും എന്നാണ് പറയുന്നത്. നമ്മളെല്ലാരും പാപികളാണോ മഹാപാപികളാണോ? പാപികളെ ഉള്ള മഹാപാപികളാണ് അല്ലേ? എന്തായിരിക്കും പാപി മഹാപാപി എന്നൊക്കെ കൃഷ്ണൻ കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ എന്താ അർത്ഥം? കേട്ടൂടാ. ഒരിക്കലുമേ ക്ഷമിക്കാൻ പറ്റാത്ത പാപം, അങ്ങനെ ഒരു പാപം ഉണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്ത പാപം ഉണ്ട് അല്ലേ? കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഗീതയിലും പറയുന്നുണ്ട്, അതിന്റെ ആമുഖത്തിലും പറയുന്നുണ്ട്. ചില പാപങ്ങളെ കുറിച്ച്, ബ്രഹ്മഹത്യ, ഇങ്ങനെ ഒരു 3-4 കാറ്റഗറൈസ്ഡ് പാപങ്ങളെയൊക്കെ കുറിച്ച് ചെറുതായിട്ടേ പറയുന്നുള്ളൂ. പക്ഷേ ഇത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാല് ഈ ഒരു ഹെഡിങ് നമ്മളെല്ലാവരും പല കാരണങ്ങളും പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിയും, വരാതിരിക്കാൻ പല കാരണങ്ങളും കണ്ടുപിടിക്കും. ഞാൻ പാപി, എൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഇല്ലേ? കൃഷ്ണാപോ തുടക്കത്തിൽ നമ്മൾ ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് വരും, ഇത് ഭയങ്കര ഇതാണ്, ഞാനാണെങ്കിൽ ഏറ്റവും പാപിയാണ്, ഏറ്റവും താഴെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല ആൾക്കാരും തുടക്കകാലത്ത് കൃഷ്ണാബോധത്തിൽ വരാതെ ഒഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ ഒരാളാണ്. ഒരു കാരണവശാലും വരണ്ട എന്ന് വിചാരിച്ച് നടന്ന ആളാണ് ഞാൻ. കേറരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പല വിധത്തിലും ഒഴിയാൻ നോക്കി. ഞാൻ വീട്ടിനകത്തിരുന്നുകൊണ്ട് അമ്മയടുത്ത് പറയും, വിളിക്കാൻ പറയും, ഞാൻ ഇല്ലാന്ന് പറഞ്ഞേക്കണേ എന്ന് പറയും.
അങ്ങനെ ഒരു സുവർണകാലം എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ എസ്കേപ്പ് ചെയ്തൊക്കെ കുറേയൊക്കെ ഓടാൻ ശ്രമിച്ചു. ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗുരു ആൻഡ് കൃഷ്ണ, ഭക്തന്മാരുടെ കാരണത്താൽ ഒരു വഴിയില്ല, ഇതിൽ വന്നേ പറ്റൂ എന്ന് കൃഷ്ണൻ വീണ്ടും നമ്മളെ ഇതിൽ തന്നെ കൊണ്ടുവന്നു. സോ ഞാൻ പറഞ്ഞു വന്നത്, പാപിയാണെങ്കിലും മഹാപാപിയാണെന്നിരിക്കലും, അതായത് ഏത് തരം കാറ്റഗറൈസ്ഡ് ആൾക്കാരെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഈ അതീന്ദ്രിയ തോണി. അതിന് പ്രഭുപാദിന്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ട്രാൻസെൻഡന്റൽ ബോട്ട്. ഇത് അതീന്ദ്രിയ തോണിയാണ് ഈ പറയുന്ന കൃഷ്ണാവബോധം. ഈ തോണിക്കകത്ത് ആര് കയറുമോ they will cross the material ocean. ഭൗതിക സാഗരത്തെ അവർ അതിജീവിക്കും. കാരണം അതിനു മുന്നേ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഭൗതിക ജീവിതം എത്ര പേർക്ക് സുഖകരമാണ്, ഇല്ലെങ്കിൽ ഇനിയും വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നത് എത്ര പേരുണ്ട്? ഈ ചൂടേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ? ഇത് ഈ ലോകത്തിന്റെ ഒരു കോണിലെ ഒരു ചെറിയ കാറ്റഗറൈസ്ഡ് ആയ ഏരിയ, ലോണ്ടിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു സെക്ഷനിലെ ചൂടാണ്. ഇതേ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ സ്ഥലത്ത് ഓരോ കാറ്റഗറൈസ്ഡ്, ഓരോ രീതിയിലുള്ള, ഓരോ തരത്തിലുള്ള അറ്റ്മോസ്ഫിയർ ആണ്, അന്തരീക്ഷമാണ്. അതൊന്നും നമുക്കറിയില്ല എന്താണ്. നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും സുഖം, ചൈനക്കാർ വിചാരിക്കും അതാണ് അവരുടെയാണ് ഏറ്റവും വലിയ സുഖമെന്ന്, അമേരിക്കക്കാർ വിചാരിക്കും അവരുടെ ലൈഫാണ് ഏറ്റവും കംഫർട്ട്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ തരത്തിലുള്ള വ്യാമോഹത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെ പുറത്തുവരെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇഡ്ലി, ദോശ, അതുപോലെ എന്തെങ്കിലും. ലഞ്ച് എന്ന് പറയുന്നത് റൈസ്, ദാല്, സബ്ജി, അങ്ങനെ പോകും. രാത്രി ഡിന്നർ, ചപ്പാത്തി, എന്തെങ്കിലുമൊക്കെ. ഇത് നമ്മളെ പുറത്തുവരെ അക്കോർഡിംഗ് ടു കേരള ഓർ തമിഴ്നാടു. അപ്പൊ ഈ സ്റ്റേറ്റ് വിട്ട് അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അവരുടെ ഫുഡ് സ്റ്റൈൽ വേറെയാണ് അല്ലെ? ആലു റോട്ടി, എന്താ പറയാ, അങ്ങനെ പനീർ, അങ്ങനെ ആ ഒരു സെക്ഷൻ നോർത്ത് സൈഡിൽ പോകും. കുറച്ചുകൂടി അങ്ങോട്ട് ഡീപ്പിൽ പോവുകയാണെങ്കിൽ വീണ്ടും സെക്ഷൻസ് മാറും. ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ കാറ്റഗറി. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കൺട്രിയിലോട്ട് പോകുമ്പോൾ അവരുടെ ഫുഡ് സ്റ്റൈൽ വേറെയാണ്. അവർ വിചാരിക്കും ദേ ആർ ബെസ്റ്റ്, നമ്മൾ വിചാരിക്കും വി ആർ ബെസ്റ്റ്. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ ലെവലിൽ ബെസ്റ്റ്, ഇല്ലെങ്കിൽ ഇതാണ് ഫൈനൽ, ദിസ് ഈസ് ഗുഡ് എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇതെല്ലാം ഒരു ലെവൽ വരെ മാത്രമേ ഉള്ളൂ. അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ, അക്കോർഡിംഗ് ടു ദ സർക്കംസ്റ്റാൻസ്, അക്കോർഡിംഗ് ടു ദ നേച്ചർ. ഇതിലെല്ലാം ബെസ്റ്റ് ആയിരിക്കാം അവരെ പുറത്തവരെ, അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ശാശ്വതമായ ബെസ്റ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ബാക്ക് ടു ഗോഡ് ഹോൺ, തിരിച്ചു ഭഗവാന്റെ അടുത്ത് പോകുന്നത് മാത്രമാണ് യഥാർത്ഥമായ എല്ലാ കാറ്റഗറൈസ്ഡ് ആൾക്കാരുടെയും ഒരേ ഒരു പരമധർമ്മം. അത് ചെയ്യുന്ന കാലം, അത് ചെയ്യാത്തിടത്തോളം ബാക്കി എല്ലാം അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ ഡിഫറൻസ് അറ്റ് ഓൾ. അതിൽ വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ലക്ഷറി കുറച്ച് അവിടെ കാണും, ഇല്ലെങ്കിൽ ഇവിടെ കുറവായിരിക്കും എന്നുള്ള ഒരു ചെറിയ ക്ലാസിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ യാതൊരു വിധത്തിലും ഭയങ്കര ഒരു അച്ചീവ്മെന്റ് എന്ന് വിചാരിക്കാനില്ല, ഇല്ലെങ്കിൽ ഭയങ്കര നേട്ടമാണെന്ന് പറയാനില്ല. കാരണം നമ്മളുടെ ഈ ലൈഫ് മീൻ ചെയ്യുന്നത് ഈ ഭൗതിക സാഗരത്തിൽ നിന്ന് കടക്കാൻ വേണ്ടിയാണ്. എന്തുകൊണ്ട് ഈ ഭൗതിക സാഗരം എന്ന് പറയുന്നു ഭഗവാൻ? ഇല്ലെങ്കിൽ മിസറി ഓഫ് ഓഷ്യൻ, ഓഷ്യൻ എന്നാണ് പറയുന്നത്. കടലിന് അവസാനമില്ല അല്ലെ? അതുപോലെ നമ്മളുടെ ദുഃഖങ്ങൾക്കും അവസാനമില്ല. എത്ര പേർക്ക് അതില് വിശ്വാസമുണ്ട് ദുഃഖത്തിന് അവസാനമില്ല? എല്ലാരും ഓൾമോസ്റ്റ് കൈപോക്കുന്നു അല്ലെ? കാരണം എന്തുകൊണ്ടാ? ഒരു ദുഃഖം തീരുമ്പോ അടുത്തത് തീരുമ്പോ അടുത്ത്, വൺ ബൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ദിസ് ഈസ് മെറ്റീരിയൽ ഓഷ്യൻ. ഇത് ഭൗതിക സാഗരമാണ്. ഇതിലെ അല എങ്ങനെ വരുന്നോ അതുപോലെ നമുക്ക് ദുഃഖം വന്നുകൊണ്ടേയിരിക്കും. ഒരു സൈഡിൽ കൂടെ കുറച്ച് നേരത്തേക്ക് അല സ്റ്റേബിൾ ആവും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അല അടിക്കും. അല അടങ്ങിയെന്ന് വിചാരിച്ച് നമ്മളൊന്ന് ഫ്രീ ആയാൽ എന്താവും? വീണ്ടും വരും. ഇതിങ്ങനെ കയറി ഇറങ്ങി നമ്മളെ ലൈഫിനെ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളതാണ് നമ്മളുടെ മെസ്സേജ്. ഭഗവാൻ ഈ ജ്ഞാനത്തിലൂടെ നമുക്ക് തരുന്ന ഉപദേശം. ഈ ഭൗതിക സാഗരത്തെ നമ്മൾ അതിജീവിക്കണം. എങ്ങനെ അതിജീവിക്കും? ഈ തോണിയിൽ യാത്ര ചെയ്യുമ്പോൾ. എത്ര പേര് ബോട്ട് സവാരി ചെയ്തിട്ടുണ്ട്? എല്ലാവരും ഓൾമോസ്റ്റ് അല്ലെ?
അത് ഭയങ്കര കംഫർട്ടാണ്. ഇത്രയും ഡീപ്പായ ആഴമേറിയ ആ കടലിൽ അല്ലെങ്കിൽ കായലിൽ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ പുറത്തുകൂടെ ഈസി ആയിട്ട് ഒരു ജേണി ചെയ്ത് പോവാണ്. ഇപ്പൊ നമുക്ക് വേളി നോക്കാം അല്ലെ, വേളി ഒരു ഏതാണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ഇങ്ങനെ അവർ നമ്മളെ ആ ഒരു കായലിന്റെ പുറത്തു കൂടെ കൊണ്ടുപോകും. ഭയങ്കര കംഫർട്ടാണ്, ഇല്ലെങ്കിൽ നല്ലൊരു സേഫാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്നത് ആരാണ്? ഓസ്മാൻ. അതിനകത്തൊരു റൈഡർ ഉണ്ട് അല്ലേ, അയാളാണ് നമ്മളെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മളെ കയ്യിൽ ആ ബോട്ട് തന്നിട്ട്, ഇല്ലെങ്കിൽ ആ പെഡൽ ബോട്ടോ എന്തെങ്കിലും തന്നാൽ എന്താവും അവസ്ഥ? ആ ഊട്ടിയിലൊക്കെ എല്ലാവരും ആ പെഡൽ ബോട്ടൊക്കെ ചവിട്ടാനുള്ള ഒരു ആവേശമായിരിക്കും. ആദ്യത്തെ ആവേശം കയറി ഭയങ്കരമായിട്ട് ചവിട്ടും. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ തളരും. ആരെങ്കിലും വന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ച് കരയിലോട്ടാക്കി തരാനായിട്ട് അവരിങ്ങനെ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അതാണ് നമ്മളുടെ അവസ്ഥ. റിയലി ഇതാണ്. നമ്മൾ ഓരോ തരത്തിലും ശ്രമിക്കും നമ്മളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട്. കുറേയൊക്കെ പരിഹരിക്കും പോലെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ പരിഹരിക്കപ്പെടുന്നില്ല. ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഇതിനെ നമ്മൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുന്നത്, ഇപ്പൊ നമ്മളെല്ലാം സൊല്യൂഷൻ കണ്ടെത്താൻ ഓടുകയാണ് അല്ലെ, ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണാനായിട്ട് ഓടുകയാണ്. അതിന് പകരം ഇത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ്, ഇതിനെ നിയന്ത്രിക്കൽ എൻ്റെ ജോലിയല്ല എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിയുന്നു, അതാണ് നമ്മളുടെ അതീന്ദ്രിയ ജ്ഞാനത്തിന്റെ തുടക്കം. ഭഗവാൻ ഭഗവത്ഗീതയിൽ അർജുനോട് പറയുന്നതും അത് തന്നെയാണ്. നീ ഈ ബോഡി അല്ല, നീ ഈ ശരീരം അല്ല. അതാണ് ഭഗവാന്റെ ആദ്യത്തെ ഉപദേശം തന്നെ. അതുപോലെ ഈ ലോകത്ത് നടക്കുന്ന സുഖം ദുഃഖം, ഈ പറഞ്ഞ ചൂട് തണുപ്പ്, ഇതൊന്നും എന്നെ സംബന്ധിക്കുന്നതല്ല, ഇല്ലെങ്കിൽ എനിക്കിതിനകത്ത് റോളില്ല, ഇതിനകത്ത് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ഇതിനെ പരിഹരിക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും, പക്ഷെ ഇതിന് പരിഹാരം ഇല്ല. കാരണം ദുഃഖാലയം അശാശ്വതം. ഇത് ശാശ്വതമായ ആലയമല്ല ഈ ലോകം. നമ്മളുടെ എല്ലാം വിചാരം ഏതാണ്ട് ഒരു 100 കണക്കിന് വർഷം, ഇല്ലെങ്കിൽ കുറെ അച്ചീവ്മെന്റ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പറഞ്ഞ ലൈഫ് സ്പാൻ, ഇല്ലെങ്കിൽ നമ്മളുടെ ജീവിത കാലം എന്ന് പറയുന്നത് താമരയിലെ വെള്ളം പോലെ എന്നാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഏത് സമയം വേണമെങ്കിലും അത് താഴെ പോകാം. താമരയിലെ വെള്ളം എത്ര നേരം സ്റ്റേബിൾ ആയിരിക്കും? നല്ല കാറ്റ് ആഞ്ഞടിക്കുകയാണെങ്കിൽ അത് മറിഞ്ഞു പോകും. അതുപോലെയാണ് നമ്മളെ ലൈഫും, ഏത് സമയത്ത് വേണമെങ്കിലും. പക്ഷെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പൊ 20 ആയുള്ളൂ, ഇനി 25, 30, 40, 50, 60, 70. 70 കഴിയുമ്പോൾ എല്ലാവരുടെയും അവസ്ഥ ഏതാണ്ട് ഒരു പരുവമാകും അല്ലേ. 70 കഴിഞ്ഞാലും പക്ഷെ ആഗ്രഹം വിടൂല, ഇനിയും കുറച്ചുകൂടിയൊക്കെ പോകാൻ പറ്റിയ എന്താ പറയുക, ഇനിയും നമുക്ക് അപ്പോഴും ഇത് വരുന്നില്ല. ഇന്നത്തെ ഹിസ് ഹോളിനെസ് മഹാവിഷ്ണു ഗോസ്വാമി മഹാരാജന്റെ തോട്ട് പറയുന്നത്, നമ്മള് എന്തുകൊണ്ട് ഭക്തിയിൽ സീരിയസ് ആയില്ല എന്നുള്ളതിന് മഹാരാജ് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. നമ്മൾ നമ്മളുടെ മരണത്തെ മുന്നേ കാണാൻ തുടങ്ങണം, അപ്പൊ നമ്മൾ ഭക്തി സീരിയസ് ആവും. നമ്മളുടെ ഡെത്ത് ഈസ് റെഡി, അതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ ചിന്തിക്കും. നമുക്ക് ഇനി മരണമില്ല, നമ്മൾ അജയനാണെന്ന് പറഞ്ഞാണ് നമ്മൾ നടക്കുന്നത്. അല്ല, നമ്മൾ എന്തുകൊണ്ട് ഭക്തിയിൽ സീരിയസ് ആകുന്നില്ല, ഇല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതിന് കാരണം നമുക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളൊരു ഭാവം. നമുക്ക് സമയമില്ല. യഥാർത്ഥത്തിൽ നമ്മളെ ലൈഫിൽ ഓരോ ദിവസവും കുറഞ്ഞുകൊണ്ട് വരികയാണ്. ശരിയാണോ തെറ്റാണോ? കുറയുന്നത് എങ്ങോട്ടേക്കാണ്? ബർത്ത്ഡേ വരുന്നു, എവിടെ കുറയുന്നു? അത് വർഷം കുറയുന്നു. എവിടത്തേക്കായിട്ടാണ് കുറയുന്നത്? മരണത്തിലേക്കാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായിക്കുന്നത് ഇനി 1 വർഷമായി, ഹാപ്പി ബർത്ത്ഡേ, അരെ ബാബാ 1 വയസ്സ് നിനക്ക് വീണ്ടും കുറഞ്ഞു, മരണത്തിലേക്ക് പോകാനല്ലോ, ടൈം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് ഓർക്കുന്നില്ല. നമ്മൾ എൻജോയ് ചെയ്യാണ്, ആ ദിവസം ആഘോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആഘോഷിക്കല്ല, ഇറ്റ് ഈസ് എ അലേർട്ട്. നമുക്കുള്ള താക്കീതാണിത്. നമ്മൾ 1 വയസ്സ് കൂടെ നിയർ ടു ഡെത്ത്.
അത് നമ്മൾ ഓർക്കണം. അപ്പൊ പറഞ്ഞു വന്നത്, എങ്ങനെ നമ്മൾ ഈ തോണിയിൽ യാത്ര ചെയ്യണം, അതിന് വേണ്ട സഹായി ആരാണ്? നേരത്തെ പറഞ്ഞല്ലോ, ആ ബോട്ട് ഓടിക്കാൻ വന്ന ആള്. നമ്മളുടെ ഈ അതീന്ദ്രിയ സാഗരമാകുന്ന ബോട്ടിനെ ആര് ഓടിക്കും? ഗുരു. ഗുരു അദ്ദേഹമാണ് ഈ സാഗരത്തെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന യഥാർത്ഥമായ വെൽവിഷർ, അഭ്യുതകാംക്ഷി. കാരണം ശീല പ്രഭുപാദ് പറയണ്ട പർപ്പട്ടില്, എത്ര വലിയ നീന്തൽക്കാരനായാലും കടലിൽ നീന്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമാണ് അല്ലെ? നമുക്ക് സാധാരണ വെള്ളത്തിൽ നീന്താനേ ഭയങ്കര പാടാണ്. ആ ആളിനെ പിടിച്ച് കടലിലോട്ട് നോക്കുകയാണ്, കടലിൽ അവര് പരിശ്രമിക്കുകയാണെങ്കിൽ ഭയങ്കര ചലഞ്ചാണ്. കടലിൽ എത്ര നേരം നമുക്ക് നീന്താൻ പറ്റുമെന്ന് പറയാൻ പറ്റത്തില്ല. ആ സ്ഥാനത്ത് നമുക്കൊരു ഹെൽപ്പറെയാണ് നീഡ്, ഒരു സഹായിയാണ് ആവശ്യം അല്ലെ? ആ സഹായി വരുന്നതാണ് നമ്മളുടെ ഗുരു. എന്തുകൊണ്ട് അദ്ദേഹം സഹായിയായി എന്നുള്ള ശ്ലോകമാണ് 2 ശ്ലോകത്തിന് മുന്നേ പറയുന്നത്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേശന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. ഈ ജ്ഞാനം, ഈ അതീന്ദ്രിയ ജ്ഞാനത്തെ ദർശിച്ച ആളാണ് അദ്ദേഹം, ഒരു സാധാരണ ആളല്ല. അദ്ദേഹം ഈ അതീന്ദ്രിയ ജ്ഞാനത്തെ ദർശിച്ച് അതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്തനാണ്. ആ ഭക്തനെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ അദ്ദേഹം നമ്മളെയും ആ തോണിയിൽ കയറ്റിക്കൊണ്ടു പോകും. ആ ഗുരുവിനെ നമ്മൾ എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നു, ഇല്ലെങ്കിൽ ആ ലൈക്ക് എ റൈഡർ, ആ റൈഡറിനെ കൊണ്ട് നമ്മൾ എത്രത്തോളം ആ ബോട്ടിനെ നീന്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ആ ബോട്ടിൽ കയറിയാ പോരാ, നമുക്ക് പോകാനുള്ള താല്പര്യം വേണം, വേണ്ടേ? ബോട്ടിൽ കയറിയിരുന്ന ബോട്ട് പോവോ? ബോട്ട് പോകത്തില്ല. ആ റൈഡറോട് പറയണം, എനിക്ക് അവിടം വരെ പോണം, പോകേണ്ടതുണ്ട്, അതിലോട്ട് കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴേ റൈഡർ കൊണ്ടുപോകുള്ളൂ. ഇവിടെ നമ്മളുടെ ബോട്ട് എന്താണ്? ഈ പറഞ്ഞ ട്രാൻസിഡന്റൽ ബോട്ടിലുള്ള ഡ്രൈവർ അല്ലെങ്കിൽ ആ പറഞ്ഞ റൈഡർ ആരാണ്? നമ്മളുടെ ഗുരു. ആ ഗുരു നമുക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഇല്ലെങ്കിൽ മാനുവൽ ഇല്ലെങ്കിൽ ഉപദേശാവലി നമുക്ക് തന്നു കഴിഞ്ഞു. അതിനെ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മളെ ജീവിതത്തില് പാലിക്കുമോ അത്രത്തോളം ആ ബോട്ട് പൊയ്ക്കൊണ്ടിരിക്കും. നമ്മള് ചില സമയങ്ങളിൽ ഈ കപ്പലിൽ പോകുന്നത് ആരും അറിയത്തില്ല, അറിയാമോ? കപ്പലിലെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അത് മൂവ് ചെയ്യുന്നത് നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഒരു രാത്രി കഴിയുമ്പോൾ എത്രയോ കിലോമീറ്റർ നമ്മൾ താണ്ടി കാണും. അതുപോലെയാണ് നമ്മളെ ഭക്തി. നമ്മൾ വിചാരിക്കണം ഒരു മാലയല്ലേ ജപിക്കുന്നുള്ളൂ, ഇത്രയല്ലേ ചെയ്യുന്നുള്ളൂ, അതല്ലേ ചെയ്യുന്നുള്ളൂ, എനിക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് നമ്മളെ ഇടയ്ക്ക് ചിലപ്പോൾ ചിന്തിക്കും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഈ യാത്ര മുന്നോട്ട് മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ട് ഇതില് നമ്മൾ പോയിക്കൊണ്ടിരിക്കും, യാത്രയിൽ മുന്നോട്ട് മാത്രമാണ്. അപ്പൊ നമ്മളുടെ ഒരേ ഒരു ജോലി ഈ പറഞ്ഞ ബോട്ടിൽ ഉണ്ടായിരിക്കണം. ബോട്ടിൽ നിന്ന് ഇറങ്ങരുത്, നമ്മൾ ഈ ബോട്ടിനകത്ത് തന്നെ ഉണ്ടാവണം. ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള സാധ്യതകൾ എവിടെയാണ്? ഈ ബോട്ടിൽ നിന്ന് നമ്മൾ ഔട്ടായി അല്ലെങ്കിൽ ഈ ബോട്ടിൽ നിന്ന് പുറത്തായി എന്നുള്ളതിനുള്ള സിമ്പൽ എന്തായിരിക്കും? നമ്മൾ എപ്പോഴാണോ ഈ ഭക്തിയുത സേവനത്തിൽ രുചി ഇല്ലാതാവുന്നു ഇല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ നമുക്ക് താല്പര്യമില്ലയോ, വി ആർ ഔട്ട് ഓഫ് ബോട്ട്. നമ്മൾ ബോട്ടിന് പുറത്താകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീണ്ടും തിരിച്ച് നമ്മൾ ബോട്ടിൽ കയറണം, ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് കയറണം. സോ ഗുരുവിന്റെ മാഹാത്മ്യം ഇല്ലെങ്കിൽ ഗുരുവിന്റെ ഒരു റിമെമ്പറൻസ് സ്റ്റോറി, ഗുരുവിന് എല്ലാം അറിയാം എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം പറയാം. ഹരേ കൃഷ്ണ, ലിസൺ ടു ഹിയർ. സോ ഗുരുവിന് എല്ലാം അറിയാമോ? നമ്മളുടെ ഉള്ളറിയാമോ? ഉറപ്പാണോ? ഷുവർ? നമുക്ക് അതിനകത്ത് ഒരു സ്റ്റോറി കേൾക്കാം. ചെറിയൊരു സ്റ്റോറിയാണ്, ഒരു ചെറിയ പാസ്റ്റ് ടൈം. ഒരു പ്രാവശ്യം ഹിസ് ഹോളിനെസ് രാധാനാഥ് സ്വാമി മഹാരാജിന്റെ ഒരു ആസ്പയർ കപ്പിൾ, അതായത് എന്താ പറയുക, കല്യാണം കഴിഞ്ഞ പുതുജോഡികൾ മഹാരാജിന്റെ നിന്ന് ദീക്ഷ എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർ വന്ന മഹാരാഷ്ട്രീയൻ ആൾക്കാരാണ്. നമ്മൾ കേരളീയൻ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രീയൻ. അവിടെ അവരെ
അവര് മീൻസ് നോർമലി ഭർത്താവിനെ അവര് അഭിസംബോധന ചെയ്യുന്ന ഇവിടെ നമ്മള് ചേട്ടാ എന്നൊക്കെ വിളിക്കും പോലെ അഹോ എന്നാണ് അവരെ വിളിക്കാറ്. എന്താണ് അഹോ, ചേട്ടാ എന്ന് വിളിക്കുന്നതാണ് നമ്മളെ ഭാഷ. അപ്പൊ ആ മാതാജി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനിയിപ്പോ അടുത്ത് ദീക്ഷ എടുക്കും, ദീക്ഷ എടുക്കുമ്പോ പേര് മാറും. അപ്പൊ പ്രഭു എന്ന് വിളിക്കണോ ഇല്ല പേര് പറഞ്ഞ് വിളിക്കണോ എന്ന് പറഞ്ഞുള്ള ഒരു ചെറിയ ചിന്താക്കുഴപ്പം. അങ്ങനെ ആ ദീക്ഷാ ദിവസം വന്നു. മഹാരാജിന്റെ അടുത്ത് അദ്ദേഹം എത്തി. അദ്ദേഹം മഹാരാജ് ചോദിച്ചു 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അടുത്ത് ജപബാഗ് എടുക്കുന്നു, ജപമാല എടുക്കുന്നു. ഇന്ന് മുതൽ നിന്റെ പേര് എന്തായിരിക്കും? ഒരു ഗസ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഗസ്. പറയാം, ധൈര്യമായിട്ട് പറയാം. അഹോ, മാതാജി ഏതാണ്ട് വന്നു കഴിഞ്ഞു അതിനടുത്ത് തന്നെ. സോ മഹാരാജ് അനൗൺസ് ചെയ്യുന്നു, ഇന്നു മുതൽ നിന്റെ പേര് അഹോബിലം ദാസ്. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിന്റെ അതേ പേര്, മാതാജിയുടെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിനുള്ള സേവ, വിളിക്കാനുള്ള ഇത്, അതാ പറഞ്ഞത് ഗുരുവിന് എല്ലാം അറിയാം. നമ്മളുടെ ഉള്ള് പുറം അകം എല്ലാം ഈ നോസ് വെൽ. അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും പറഞ്ഞതാണോ ഇത്? അദ്ദേഹം ഇദ്ദേഹത്തെ കാണുന്നത് എപ്പോഴാണ്? ആ ഒരു അരീന അല്ലെങ്കിൽ ആ ഒരു വേദിയിൽ വെച്ചിട്ടാണ് മഹാരാജ് അദ്ദേഹത്തിനെ കാണുന്നത്. സോ ഗുരുവിന് നമ്മളെ എപ്പോഴുമേ അറിയാം. നമ്മൾ വിചാരിക്കും നമ്മളെ അറിയുന്നില്ല, കാണുന്നില്ല എന്ന് നമുക്കൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഗുരു എവിടെ ഇരുന്നാലും അവരുടെ ശിഷ്യന്റെ കാര്യങ്ങളിൽ അവർ ശ്രദ്ധവാനാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ആ ഒരു ഓർമ്മ വന്നാൽ തന്നെ പകുതി കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആവും. ഇപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും നോട്ടീസ് ചെയ്യുന്നില്ല, കാണുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആരും ശ്രദ്ധ കാണിക്കുന്നില്ല എന്ന് വിചാരിക്കും. സോറി, അത് ഏറ്റവും റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളെ ചുറ്റും ഏതാണ്ട് 14 പേര് വിറ്റ്നസ് ആയിട്ട് നടപ്പുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും കൃഷ്ണ അപ്ഡേറ്റ് കൊടുക്കാൻ ആളുണ്ട്. വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കൃഷ്ണ അപ്ഡേറ്റ് കൊടുക്കാൻ ആൾക്കാരുണ്ട്. നമ്മളെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ഇവരെല്ലാവരും ദേവന്മാർ. ഇവൻ അവിടെ പോയി കൃഷ്ണ അറിഞ്ഞില്ല, ഞാൻ വിചാരിച്ചു എല്ലാരെയും പറ്റിച്ച് ഞാനിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണെന്ന്. ഇല്ല, ഇരുട്ടും കൃഷ്ണന് റെപ്രസെന്റേറ്റീവ് ആണ്. ഇരുട്ടും നമ്മൾ സാധാരണ എല്ലാ കാര്യം നല്ലത് ചെയ്യുന്ന പോലെ ഇരുട്ടത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്യാന്ന് വിചാരിക്കും. ആരും കാണണ്ട, ക്ലോസ് ദ ഡോർ. ഇരുട്ടെന്ന് ഉദ്ദേശിച്ച ക്ലോസ് ദ ഡോർ. അതിനകത്ത് ചെയ്യുമ്പോഴും ഇന്റിമേഷൻ കൊടുക്കാൻ ആളുണ്ട് കൃഷ്ണനോട്. സോ കൃഷ്ണ ചുറ്റും സ്പൈസ് ആണ്. എല്ലാ കൃഷ്ണന്റെ ചാരന്മാരാണ്. നമ്മൾ എന്ത് ചെയ്താലും അവിടെ പറഞ്ഞു കൊടുക്കാൻ ആളുണ്ട്. സോ അതുകൊണ്ട് ബി അലേർട്ട് ഓൾവേസ്. നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കണം. അതുകൊണ്ട് നമ്മളുടെ കാര്യങ്ങൾ എപ്പോഴുമേ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് പോകാൻ ശ്രമിക്കണം എന്ന് ഭഗവത്ഗീത പറയുന്നുണ്ട് കൃഷ്ണൻ. കാരണം ഭഗവത്ഗീതയിലെ 12-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, what is the shloka? പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ആദി ദേവമജം വിഭൂം ആഹസ്വാം ഋഷേ സർവേ 10-ാം അധ്യായം. ആ ശ്ലോകത്തിൽ പറയുന്നത് കൃഷ്ണ ഈസ് സോ പ്യുവർ, പവിത്രമിതം ഉത്തമം, പ്യുവറസ്റ്റ് ഓഫ് ദ പ്യുവറസ്റ്റ്. ആ അദ്ദേഹത്തിന് നമ്മൾ അതുപോലെ തന്നെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കണം നമ്മളാൽ കഴിയുന്ന വിധത്തിൽ. ഒരു കാരണവശാലും നമ്മൾ അതിലോട്ട് ബാക്കിൽ പോരുത്. നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി ഇല്ലെങ്കിൽ ചെയ്തില്ല, അതിനെ ധൈര്യമായിട്ട് അംഗീകരിക്കണം. പ്രഭു ഞാനത് ചെയ്തില്ല, ഇല്ലെങ്കിൽ മാതാജി ഞാനത് ചെയ്തില്ല. അപ്പൊ നമുക്ക് എന്താ പറയാ, രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ എപ്പോഴാണോ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നു, ഒളിക്കാൻ തുടങ്ങുന്നു, അന്ന് മുതൽ നമ്മളുടെ പ്രവേശന കവാടം ക്ലോസ് ചെയ്യപ്പെടും. സോ ഇവിടെ പറഞ്ഞു വന്ന അതീന്ദ്രിയ തോണി, ഈ അതീന്ദ്രിയ തോണി നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസെൻഡൽ ബോട്ട് എന്ന് പറയുന്നത് ഈ കൃഷ്ണാവബോധം നമ്മൾ എത്രത്തോളം നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആരുടെ സഹായത്തോടെ? ഗുരുവിന്റെ സഹായത്തോടെ. അപ്പൊ മാത്രമേ നമ്മൾ ഈ ത്രോണിയിൽ യാത്ര ചെയ്യുന്നുള്ളൂ, ഈ സംസാര സാഗരത്തെ അതിജീവിക്കുന്നുള്ളൂ. കാരണം ഗുരുവിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നതിൽ ഒരു ചെറിയൊരു വേർഡിങ് പറയുന്നുണ്ട്.
ഗുരുവിനടുത്ത് അത് ഓൾറെഡി പറഞ്ഞു, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന. അതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ഒരു ലെക്ചറിൽ കേട്ടതാണ്. റെസ്പെക്ട് ബിഫോർ റിക്വസ്റ്റ്. റെസ്പെക്ട് ബിഫോർ റെസ്പെക്ട്. സോറി, റിക്വസ്റ്റ്. റെസ്പെക്ട് അല്ല, റെസ്പെക്ട് ബിഫോർ റിക്വസ്റ്റ്. അതായത് റിക്വസ്റ്റ്, നമ്മൾ ഒരു കാര്യം ചോദിക്കുന്നതിന് മുന്നേ അവരെ റെസ്പെക്ട് ചെയ്യണം. അതായത് അർജുനന്റെ ഒരു സ്റ്റോറിയാണ് അതിൽ പറഞ്ഞത്. അർജുനൻ ഈ പറഞ്ഞ അശ്വത്ഥാമ ഈ ബ്രഹ്മാസ്ത്രം അയക്കുന്നു. ഈ ബ്രഹ്മാസ്ത്രത്തെ കുറിച്ച് അർജുനന് ഒരു ഐഡിയ ഇല്ല, എന്താണെന്നേ അറിയത്തില്ല, ഇല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ചും വ്യക്തതയില്ല. ആ സമയത്ത് ഭഗവാൻ മാത്രമാണ് അടുത്തുള്ളത്. അപ്പൊ അദ്ദേഹത്തിനടുത്ത് ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കണം. പക്ഷെ ആ ചോദിക്കുന്നതിന് മുന്നേ അദ്ദേഹം ആദ്യം 2-3 ഭാഗവതം പ്രയർ ഭഗവാനെ സ്തുതിക്കും. എന്നിട്ട് ഭഗവാനെ സർക്കംപ്ലേറ്റ് ചെയ്യും, ചുറ്റും നമസ്കരിക്കും. അതിനുശേഷമാണ് പ്രഭോ ഈ പറഞ്ഞ ബ്രഹ്മാസ്ത്രം എന്താവുമെന്ന് എനിക്കറിയത്തില്ല, ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയൂ. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് നമുക്ക്. റെസ്പെക്ട് ബിഫോർ റിക്വസ്റ്റ്. നമ്മൾ എന്ത് കാര്യം ചോദിക്കുന്നതിന് മുന്നേ ആദ്യം അവർക്ക് വേണ്ട വിധത്തിലുള്ള ബഹുമാനം, അവർക്ക് വേണ്ട വിധത്തിലുള്ള മര്യാദകൾ ചെലുത്തണം. അത് ആര് തന്നെ ആയാലും അത് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ കാര്യത്തെ ഗ്രഹിക്കാൻ. അല്ലാതെ എപ്പോ നോക്കിയാലും നമ്മളുടെ കാഷ്വൽ അപ്രോച്ച് ഇല്ലെങ്കിൽ ആ ഒരു ഭാവത്തെ നമ്മൾ ആദ്യം ഇല്ലാതാക്കണം. നമ്മൾ എപ്പോഴുമേ സബ്മിസീവ്, എളിമ. എങ്ങനെ വരും? എളിമ എങ്ങനെ വരും? എളിമ എങ്ങനെ വരും? വരും പ്രഭു, എങ്ങനെയെങ്കിലൊക്കെ അത് വരും. ഭക്തി എങ്ങനെ വരും എന്ന് അടുത്ത ചോദ്യം വരും. അതിനെക്കാട്ടിലും നല്ലത് എളിമയെ തന്നെ നിൽക്കാം. എളിമ എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ആദ്യം വാക്കിലൂടെ വരണം. അത് വാക്കിലൂടെ വന്ന് അത് പ്രവൃത്തിയിലാവണം. പ്രവൃത്തിയിലൂടെ വരുമ്പോഴേ അത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഉള്ളിൽ വരുന്നത്. കാരണം അതിന് ഏറ്റവും നല്ലത് നമ്മളുടെ പ്രാക്ടീസാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ എന്താവും? അത് ഉള്ളിലോട്ടാവും. അല്ലേ? ശരിയല്ലേ? നമ്മൾ ഓരോ ജപം രാവിലെ എഴുച്ച് ജപിക്കുന്നത് കുറച്ച് നാള് കഷ്ടമാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നെ അത് നമുക്കൊരു ശീലമായി മാറും. അതുപോലെ നമ്മൾ എളിമ, ഒരു ദിവസം രാവിലെ എഴുച്ചുകൊണ്ട് എനിക്ക് എളിമത്വം വന്നു എന്നുള്ള ബോധം നമുക്ക് വരുന്നില്ല. നമ്മൾ എളിമത്വം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം, ഡെയിലി വൈസ്. ആ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കിത് നേടാൻ സാധിക്കൂ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഒരു ശുദ്ധ ഭക്തനാവാമെന്ന് ആരും വിചാരിക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അത് പ്രായോഗികമല്ല. പക്ഷേ ഇത് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായും ഭക്തനാവും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. കാരണം ഇതിന് പർപ്പോട്ടിനകത്ത് പ്രഭുപാദ് പറയുന്ന ഒരു വേർഡും കൂടെ പറഞ്ഞ് വി വിൽ സ്റ്റോപ്പ് ഇറ്റ്. അതായത് കൃഷ്ണനുമായി ബന്ധപ്പെടുത്തിക്കൊള്ള തന്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് വ്യക്തമായി അറിയുക എന്നത് എത്ര മനോഹരമാണ്. അതായത് യഥാർത്ഥത്തിൽ ഈ കൃഷ്ണാബോധത്തെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ സ്വീറ്റ്നെസ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇത്രയും വലിയ കാര്യമാണല്ലേ, എന്ത് മനോഹരമാണ്, ഇല്ലെങ്കിൽ എത്ര ആശ്ചര്യമാണ്, ഇത് എല്ലാവരും അറിയുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അതിനടുത്ത് പറയുന്നു, അജ്ഞാനമാവുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിന് കഴിയും. സത്യമാണ്. കൃഷ്ണാബോധത്തിന് വന്നതിന് ശേഷം നമ്മളുടെ ജീവിതത്തിലെ ബിഫോർ ആഫ്റ്റർ നമ്മൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങളെ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം എന്തെല്ലാം വിഷയങ്ങളെ നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നു, രണ്ടിനുമുള്ള ഡിഫറൻസ് നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ അറിയാൻ പറ്റും. ചില അപ്പ് ആൻഡ് ഡൗൺസ് ഇപ്പോഴും ഉണ്ടാകും, അത് നോക്കണ്ട. അതും കൃഷ്ണന്റെ സ്പെഷ്യൽ മേഴ്സിയാണ്. അപ്പൊ ചില പറയും പ്രഭു അന്നും വലിയ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, കൃഷ്ണാബോധത്തിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞാലും ഡോണ്ട് വറി. അതിനും കൃഷ്ണ ഹാവ് ഹിസ് ഓൺ പ്ലാൻ. അതിനും ഭഗവാൻ എന്തോ പ്ലാൻ ഉണ്ട്. ആദ്യം നമുക്കിതിൽ വിശ്വാസം വേണമെന്നുള്ളതേ ഉള്ളൂ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് റിവീൽ ആവും, നമുക്ക് തെളിയാൻ തുടങ്ങും. അപ്പൊ ആ പറഞ്ഞത് ഭൗതിക ലോകത്തെ ചിലപ്പോൾ ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിന് കഴിയും. ഈ കൃഷ്ണാബോധം ഒരു ഭൗതിക സാഗരത്തെ ഇല്ലെങ്കിൽ നമ്മളുടെ ഇത്രയും വലിയ അറ്റാച്ച്മെന്റിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ആ കൃഷ്ണാബോധമാണ് ഈ പറഞ്ഞ ട്രാൻസെൻഡന്റൽ ബോട്ട്, അതീന്ദ്രിയ തോണി. ഈ അതീന്ദ്രിയ തോണിയെ നമ്മൾ
വളരെ 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 സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കണം. അതിന് ഏറ്റവും അത്യാവശ്യം നമ്മൾ ആ ഗുരുവിനെ കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഉപദേശത്തിലൂടെ നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ഏറ്റവും അത്യാവശ്യം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പേര് പല അപ്പൻ സ്റ്റേജസിലായിരിക്കും. 2 മാല, 4 മാല, 8 മാല. അപ്പൊ ഇനി അതിന് നമ്മൾ ഓൾറെഡി പള്ളിച്ചലിൽ അതിന് കോഴ്സസും ക്ലാസ്സസും ഉണ്ട്. ഓരോ കാറ്റഗറി, എത്ര മാല ജപിക്കുന്നു, എത്ര കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നമ്മൾ ഭക്തിയുത സേവനം മുന്നേറണം, ഈ അതീന്ദ്രിയ തോണിയിൽ പോകണം, ഈ സംസാര സാഗരത്തെ കടക്കണമെങ്കിൽ ഈ ജേണി നമ്മൾ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ 2 മാല ജപിക്കുന്നു, അപ്പൊ 6 മാസം കഴിയുമ്പോൾ അത് 6 മാലയിലോട്ട് വരണം. 6 മാസം കഴിഞ്ഞ് അത് 8 മാല. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനൊരു ചാർട്ട് തന്നെ ഉണ്ട്. ആ ചാർട്ട് എടുത്ത് നമ്മളെ ജീവിതത്തിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, ഏത് സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്, ഇനി അടുത്തത് ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് കേട്ട് ഭക്തന്മാരുമായിട്ട് ചർച്ച ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരണം. അല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സാഗരത്ത് കടന്ന് അപ്പ് ആൻഡ് ഡൗൺലി പറഞ്ഞ വെള്ളത്തിലും മുങ്ങിയും താന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കാരണം ഭാഗവത്തിൽ ഒരു സ്റ്റേജിൽ പറയുന്നു, അതായത് നമ്മളെ ഇവിടുത്തെ ഈ സുഖദുഃഖത്തെ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കും. എന്താവും നമ്മളെ അവസ്ഥ? ഭയങ്കര കഠിനമായിരിക്കും. അത് കഴിഞ്ഞ് ശകലം ഒന്ന് പുറത്തെടുക്കും. അപ്പൊ നമ്മൾ ആയിരിക്കും ഹാപ്പി. ഇത്രയേ ഉള്ളൂ. ഈ ദുഃഖമാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നാണ് പറയുന്നത്. വെള്ളത്തിൽ മുക്കി വെക്കുന്നു, എടുക്കുന്നു, വെള്ളത്തിൽ മുക്കി വെക്കുന്നു, എടുക്കുന്നു. എന്തെങ്കിലും സുഖമുണ്ടോ അതിനകത്ത്? അതിന് യഥാർത്ഥമായ സൊല്യൂഷൻ ഉണ്ടോ? നമ്മൾ മൊത്തത്തിൽ അതിൽ നിന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ. സോ അതുകൊണ്ട് ഈ അതീന്ദ്രിയ തോണിയാകുന്ന നമ്മളുടെ കൃഷ്ണാബോധത്തെ നമ്മൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെയും വളരെ ആത്മാർത്ഥതയോടെയും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം. ഇവിടെ നമ്മളുടെ എന്ത് കാര്യങ്ങളെയും ചർച്ച ചെയ്ത് നമുക്കതിനൊരു സൊല്യൂഷൻ കൃഷ്ണാബോധത്തിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് നമ്മളുടെ ഭക്തന്മാരെ നമ്മൾ സമീപിക്കണം. നമ്മളെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഈ കൃഷ്ണാബോധം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭഗവത്ഗീത കി, ശീല പ്രഭുപാദ് കി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കമൻസോ കുറച്ച് പോയിന്റ്സ് ആഡ് ചെയ്താലും ഓക്കെ. ഹരേ കൃഷ്ണ. മൗനം വിദ്വാനുഭൂഷണമായിട്ട് കൂട്ടാം അല്ലേ? എല്ലാവരും ഇതിനെ പൂർണ്ണമായി ഗ്രഹിച്ചിരിക്കുന്നു. ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചോ എന്ന് എനിക്കറിയില്ല. സാധിച്ചില്ലെങ്കിൽ അത് വീണ്ടും നമുക്കൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലാവാത്തവർ എത്ര പേരുണ്ട്? മനസ്സിലാകാത്ത ഡിവോട്ടീസ്? അപ്പൊ ആർക്കും മനസ്സിലായില്ല? കുറെ പേർക്ക് മനസ്സിലായി ഇല്ല? മനസ്സിലായവരൊന്ന് കൈവരുത്താം. ശരി. അപ്പൊ മനസ്സിലായവരെല്ലാം മാറിക്കോളും. ബാക്കി ഒന്നുകൂടി ഇതേ ക്ലാസ് പോകുന്നതാണ്. ഒരു അരമണിക്കൂർ കൂടി ഇതേ ക്ലാസ് വീണ്ടും തുടരാമെന്ന് വിചാരിക്കുന്നു. എല്ലാം മനസ്സിലായി പ്രഭു? നന്നായിട്ട് തന്നെ ഉണ്ടല്ലേ? ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി, ശില ഗുരുദേവ് കി ജയ്.